അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വസയ്യിദിൽ മുർസലീൻ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള, ഇവിടെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു കുടുംബം, ആ പ്രയോഗം വളരെ അർത്ഥവത്തായിട്ടുള്ള ഒന്നാണ്. കുടുംബാംഗങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ചുകൂടൽ നാളെ പരലോകത്ത് പുണ്യം ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന നല്ലൊരു കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്നുള്ള കാലിക പ്രസക്തമായിട്ടുള്ള ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ 10ാമത് സംസ്ഥാന സമ്മേളനം ജനുവരി മാസം അവസാനം കരിപ്പൂരിൽ വെച്ച് നടക്കുക. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ, ഒരു വർഷത്തോളമായി വിവിധ പരിപാടികൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ ഈ കുടുംബ യോഗം. ഇന്നിപ്പോൾ കരിപ്പൂരിൽ നമ്മുടെ സമ്മേളനത്തിനുള്ള പന്തലിൻ്റെ നിർമ്മാണോദ്ഘാടനം ഇന്ന് 4 മണിക്ക് നടക്കുകയുണ്ടായി. ധാരാളം ആളുകൾ ഒരുമിച്ചുകൂടി. അങ്ങനെ സമ്മേളനത്തിൻ്റെ പന്തൽ, അതിൻ്റെ നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട EK അഹമ്മദ് കുട്ടി സാഹിബ് നിർവഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളെല്ലാവരും സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും സമ്മേളനത്തിന് കഴിയുമെങ്കിൽ 4 ദിവസം അല്ലെങ്കിൽ അവസാനത്തെ 2 ദിവസം പൂർണ്ണമായിട്ട് പങ്കെടുക്കണം. അതിനിപ്പോൾ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് തയ്യാറെടുപ്പുകൾ നടത്തണം എന്നാണ് ഉണർത്തുവാനുള്ളത്. ഇവിടെ രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, അതുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഡിസംബർ 25 നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ ക്രിസ്മസ് ആഘോഷം നടന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് മാത്രമല്ല, ഓണാഘോഷം, ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ, പ്രത്യേകിച്ച് യുവതലമുറ, വിദ്യാർത്ഥിനികൾ, ഇവരൊക്കെ ഞാനൊരു മുസ്ലിമാണെന്നോ, ഞാൻ പരിശുദ്ധ ഖുർആനിൻ്റെ അനുയായിയാണെന്നോ, ഞാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാണ് എന്നോ ഒന്നും തന്നെ ഒരു ബോധമില്ലാതെ, ഒരു ലൈസൻസുമില്ലാതെ അങ്ങനെ ആഘോഷിച്ച് തട്ടഹസിച്ച് അങ്ങനെ ആഘോഷിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾക്കറിയുമോ പ്രിയമുള്ളവരെ? നമസ്കരിക്കേണ്ടുന്ന, അള്ളാഹുവിനെ ഭയപ്പെടേണ്ടുന്ന അങ്ങനെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ, അവർ സാന്താക്ലൂസ് ആയിക്കൊണ്ട്, അപ്പൂപ്പൻ ആയിക്കൊണ്ട്, അതുമാത്രമല്ല വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുകയാണ്, വീഞ്ഞ് നിർമ്മിക്കുകയാണ് ചില പ്രദേശങ്ങളിൽ. അതുപോലും രുചിച്ചു നോക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവതികൾ പോലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്. ഓണാഘോഷമൊക്കെ വന്നാൽ ചില ക്യാമ്പസുകളിലൊക്കെ കുട്ടികൾ ചെയ്യുന്നത് കണ്ടാൽ കാട്ടു ജന്തുക്കൾ പോലും അതുപോലെ കാണിക്കും എന്ന് നമ്മൾ വിചാരിക്കുക. ആ രൂപത്തിലാണ് ക്യാമ്പസിൽ അവർ തുറന്ന ജീപ്പിൽ ആണും പെണ്ണും കൂടിക്കലർന്ന് ലഹരി ഉപയോഗിച്ച് ലക്കുകെട്ട് ആരും നിയന്ത്രിക്കാനില്ലാതെ എന്താണ് ചെയ്യുന്നത് എന്നവർക്ക് ബോധമില്ലാത്ത അവസ്ഥയാണ്. ഇതാ ഇപ്പോൾ ന്യൂ ഇയർ വരാൻ പോകുകയാണല്ലോ. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇവിടെ ഇപ്പോൾ ക്രിസ്മസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടേതായിട്ടുള്ള ചില ഡ്രസ്സുകൾ, റെഡ്, വൈറ്റ്, അതുപോലെ ഓണാഘോഷം വന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഡ്രസ്സ്, ഇനി ന്യൂ ഇയർ വരുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള
സംഭവങ്ങൾ ഇതൊക്കെ വാങ്ങിക്കൂട്ടുക. അതിലൊക്കെ നമ്മുടെ ആഘോഷം എന്നുള്ള നിലക്കാ ചില ആളുകൾ ഇതിൻ്റെ മുന്നിലേക്ക് വരികയും അത് നടത്തുകയും ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ ഖുർആനിൻ്റെ അനുയായികളാണ്. നമ്മൾ നമ്മുടേതായ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കണം. നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കണം. അത് ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പാടുള്ളതല്ല. പല പ്രദേശങ്ങളിലും ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ, അതുപോലെ വ്യവസായശാലകളിൽ, അതുപോലെ തന്നെ ഹോസ്റ്റലുകളിൽ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് കേക്ക് കട്ടിംഗ് പാർട്ടികൾ നടക്കുകയാണ്. അപ്പം അതിന് ഓരോ ആളുകളും 500, 1000, 750 ഒക്കെ സംഭാവനകൾ പിരിച്ച്, ആരാ നേതൃത്വം? വല്ല മുഹമ്മദ് കുട്ടിയോ ഇബ്രാഹിം കുട്ടിയൊക്കെ ആയിരിക്കും. നിങ്ങൾ ആലോചിക്കണം എന്താണ് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തഹരീം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ടല്ലോ. ഇപ്പോൾ സൂറത്തുൽ മുൽക്കിൻ്റെ തൊട്ട് മുകളിലുള്ള അധ്യായമാണ്. അതിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്നും കാത്ത് സംരക്ഷിച്ചു കൊള്ളുവിൻ എന്നാണ്. സ്വന്തം നഫ്സിനെ നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കുക അത് നമ്മുടെ കർത്തവ്യമാണ്, ചുമതലയാണ്. അതോടൊപ്പം വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും, കുടുംബത്തിലുള്ള നമ്മുടെ ഇണ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരും അവർ നരകത്തിൽ പോകാൻ ഇടയാക്കുന്ന ഒന്നും തന്നെ നമ്മുടെ വീട്ടിലോ അവരുടെ ജീവിതത്തിലോ ഉണ്ടായിക്കൂടാ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം, അദ്ദിബൂഹും വഅല്ലിമുഹും, നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം? അദബ്, മര്യാദ, സംസ്കാരം അത് നിങ്ങൾ നൽകണം. അവർക്ക് വിജ്ഞാനം നൽകണം, മതപരമായിട്ടുള്ള അറിവ് അവർക്ക് നൽകണം. ഇത് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ കാണാം. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുകയാണ്, ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ പറയാണ്, ഇത്തഖുല്ലാ വഔസു അഹ്ലീകും ബിതഖ്വല്ലാഹ്. ഇത്തഖുല്ലാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തഖ്വ പാലിക്കുക, ധർമ്മനിഷ്ഠയുള്ള ആളുകളാകുക. എന്നിട്ടോ വഔസു, നിങ്ങൾ വസിയ്യത്ത് ചെയ്യുവിൻ, നിങ്ങൾ സ്നേഹോപദേശം നിർബന്ധമായും പാലിക്കേണ്ടതായിട്ടുള്ള ഉപദേശം നൽകുവിൻ. ആർക്ക്? നിങ്ങളുടെ കുടുംബത്തിന്. കുടുംബത്തിൽ അത് നൽകണം. പല കുട്ടികളും നമസ്കരിക്കുന്നില്ല, പല കുട്ടികളും പലതരം ചീത്ത കാര്യങ്ങളിൽ. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ അവർ ഒരാൾ പറയാണ്, ചെറുക്കൽപ്പടി ഏതോ നമ്മുടേതല്ല മറ്റൊരു മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടി ഈ MDMA എന്ന് പറയുന്ന ലഹരിക്ക് അടിമയാണെന്നാണ്. അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലുള്ളത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്താ? നമ്മൾ നമ്മുടെ കുടുംബത്തിന് സ്നേഹോപദേശം നൽകണം, നമ്മൾ മാതൃകയാകണം. അവർക്ക് നൽകേണ്ട സമയത്ത് നൽകിയില്ല എങ്കിൽ ആ മക്കൾ നമ്മുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കുമൊക്കെ ബാധ്യതയായി മാറും എന്നുള്ളതാണ്. ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കാണാം. വഖാല ഖതാദ തഅമുറുഹും ബിത്വാഅത്തില്ലാഹ്, മക്കളോട് എന്ത് ചെയ്യണം? രക്ഷിതാക്കള് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മ ചെയ്യാൻ, പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ, റബ്ബിന് വേണ്ടി ആരാധന ചെയ്യാൻ അവരോട് കൽപ്പിക്കണം. മക്കളോട് കൽപ്പിക്കണം. നമ്മൾ സുബഹിയായി എഴുന്നേറ്റു, നമസ്കരിച്ചു, അവരെ വിളിച്ചുണർത്തണം. നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ അവരെ വിളിച്ചുണർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ വിളിച്ചുണർത്തുമായിരുന്നു. ഹദീസിൽ കാണാം, ഖൂമി യാ ആയിഷ ഐഖ്ലി, ഉണരൂ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള വചനങ്ങൾ, വാക്കുകളൊക്കെ തന്നെ ഹദീസുകളിൽ കാണാൻ വേണ്ടി കഴിയും. നന്മ കൽപ്പിക്കുക മാത്രമല്ല, ഇബാദത്ത് ചെയ്യൂ എന്ന് പറയുക മാത്രമല്ല, വതൻഹാഹും അൻ മഅസിയത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തിന്മകൾ ചെയ്യുക, അള്ളാഹുവിനെ ധിക്കരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെ വെടിയാൻ വേണ്ടിയിട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ നൽകണം എന്നുള്ളതാണ്. പലപ്പോഴും രക്ഷിതാക്കൾ എന്താ ചെയ്യുന്നത് അറിയുങ്ങൾ? അപ്പോൾ എനിക്കറിയാം, ഞാൻ വിദേശത്ത് 18 വർഷക്കാലം ജോലി ചെയ്ത ആളാണ്. മക്കളോടുള്ള സ്നേഹം കൊണ്ട് ധാരാളം പണം കൊടുക്കുക. ചില കുട്ടികളൊക്കെ ഫോണൊക്കെ വാങ്ങുന്നത് 75,000, 1,00,000, 80,000 അങ്ങനെയുള്ള ഫോണൊക്കെ വാങ്ങുക. എന്നിട്ട് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു, യാതൊരു നോട്ടവുമില്ല. രക്ഷിതാക്കൾ എന്താ വിചാരിക്കുന്നത്? അവർക്ക് ഡ്രസ്സ്, അവർക്ക് ഭക്ഷണം, അവർക്ക് മറ്റുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ നൽകിയാൽ മതി എന്നുള്ളതാണ്.
അവരുടെ ദീനീപരമായിട്ടുള്ള സ്റ്റാൻഡേർഡ് എവിടെ, അവർ മറ്റുള്ളവരോടുള്ള സമീപന രീതി എന്ത്, ഇതൊന്നും പരിശോധിക്കുന്നില്ല. അത് പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതി. നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. നിങ്ങളുടെ ചുമതലകളെ സംബന്ധിച്ച് നാളെ റബ്ബ് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഒരു കുഞ്ഞിനെ പ്രസവിച്ച മാതാവ്, അതുപോലെ തന്നെ ആ കുട്ടിയുടെ പിതാവ് അവരോട് ചോദ്യം ചെയ്യും, നീ 5 നേരത്തെ നമസ്കാരത്തിന് നിന്റെ മക്കളോട് ഉപദേശം നൽകിയിട്ടുണ്ടോ? നീ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, ചീത്ത കൂട്ടുകെട്ടുകളിൽ അതിൽ കൂട്ടുകൂടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയമുള്ളവരെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ, ഒട്ടേറെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇമാം ഇബ്നു മാജ കൊടുക്കുന്നൊരു വചനത്തിൽ കാണാം, മുറു ഔലാദക്കും ബിസ്വലാ. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നമസ്കാരത്തിന് കൽപ്പിക്കണം. കുട്ടികളുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കുന്നതാ. 7 വയസ്സായ നമസ്കാരം ശീലിപ്പിക്കണം. എന്നിട്ട് ഇങ്ങനെ ശീലിപ്പിച്ച് 10 വയസ്സായിട്ടും അവർ നമസ്കരിക്കുന്നില്ലെങ്കിൽ അടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ഒന്നാമത്തെ ദിവസം തന്നെ അടിക്കല്ല, ദീർഘകാലം ഉപദേശിച്ചിട്ടാണ് അടി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമസ്കാരത്തിൻ്റെ മാത്രമല്ല, അത് വീട്ടിൽ ഖുർആൻ പഠനം, അതുപോലെയുള്ള മറ്റുള്ള ദീനീപരമായ കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയുകയാണ്. ഇന്ന് നമ്മുടെ ഈ കുട്ടികളൊക്കെ എന്താ പറയുക, മുടി വെട്ടുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ തലയിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ മുടി വളർത്തുക, ബാക്കിയൊക്കെ ഇങ്ങനെ വടിച്ച് കളയുക, അത് പാടില്ല, അത് വിരോധിച്ചു. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതായിക്കൊണ്ട് സഹീഹുൽ ബുഖാരി അതിൻ്റെ 5920 നമ്പർ വചനത്തിൽ കാണാം, അനബിനു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൽ ഖസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ ചില ഭാഗത്ത് മുടി വെക്കുക, ബാക്കിയൊക്കെ മുണ്ടനം ചെയ്യുക. അത് അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളെന്താണ്, മറ്റുള്ള ആളുകളെ പോലെ സിനിമാ നടൻ അല്ലെങ്കിൽ ഫുട്ബോൾ താരം അയാളുടെ ഫാനായി എല്ലാ അർത്ഥത്തിലും മാറാൻ അത് നമുക്ക് പാടില്ല. നമ്മുടേതായ വേഷം, നമ്മുടേതായ അനുഷ്ഠാനം, അതൊക്കെ നമ്മൾ പാലിക്കണം. അപ്പോഴാണ് മുസ്ലിം ആവുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ചില കുട്ടികളെ കണ്ടാൽ, യുവാക്കളെ കണ്ടാൽ അവരുടെ കഴുത്തിൽ കാണാം മാല, അവരുടെ കയ്യിൽ കാണാം വള. ഒരു സ്ത്രീയുടെ വേഷം, സ്ത്രീയുടെ ചില സ്വഭാവ രീതികൾ പുരുഷന്മാർ ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും. ചില ആളുകൾ ഈ കൈചെയിൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ ചില പുരുഷന്മാർക്ക്. ഇതൊക്കെ ഈ കുട്ടികളൊക്കെയാണ് അതിലൊക്കെ ആകർഷകരാകുന്നത്. അതൊക്കെ തന്നെയും വളരെ തിരുത്തേണ്ടതായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ടൊരു വചനത്തിൽ സഹീഹുൽ ബുഖാരിയിൽ 5885 വചനം, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിൻ നിസാ. പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളോട് സാദൃശ്യം കാണിക്കുന്നവർ, അവരെ അള്ളാഹുവിൻ്റെ റസൂല് ശപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ മാല ധരിക്കുക, ചില ആളുകൾ സ്വർണത്തിൻ്റെ മാല ധരിക്കുക, അതിന് പ്രേരിപ്പിക്കുക കൂടെ ചെയ്യും. അതുപോലെ തന്നെ വള ധരിക്കുക, ഇങ്ങനെ ഈ ബ്രേസ്ലെറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ധരിക്കുന്ന ആളുകൾ കാണാൻ വേണ്ടി കഴിയും. ഇത് മാത്രമല്ല, വല മുതശബ്ബിഹാത്തു മിനൻ നിസാഇ ബിർറിജാൽ, പുരുഷന്മാരോട് സാദൃശ്യം കാണിക്കുന്ന സ്ത്രീകൾ. ഇതൊക്കെ നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ യുവതികൾ ഒക്കെ മനസ്സിലാക്കേണ്ട സംഭവമാണ്. ഇപ്പോൾ വേഷങ്ങൾ, ചില കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആണോ പെണ്ണോ എന്ന് വേർതിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ ജീൻസ് ധരിച്ച് ബനിയൻ ധരിച്ചൊക്കെ പോകുന്ന പെൺകുട്ടികളുണ്ട്. പാടില്ലത്. അള്ളാഹുവിൻ്റെ റസൂല് ശപിച്ച വിഭാഗമാണവർ എന്ന് നമ്മൾ അറിയണം. ഒരു മുസ്ലിം പെൺകുട്ടി, പ്രായപൂർത്തിയായൊരു കുട്ടി, അവളുടെ വേഷമെന്ത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ടൊരു വചനത്തിൽ കാണാം, സുൻഫാൻ മിൻ അഹ്ലിന്നാർ, നരകത്തിൻ്റെ അവകാശികളായിട്ടുള്ള 2 വിഭാഗം ആളുകൾ, ലം അർഹുമാ ഖത്തു, ആ വിഭാഗത്തെ 2 കൂട്ടരെയും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല.
അതിൽ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ള ആളുകളെ മർദ്ദിക്കുക, ക്രൂരമായിട്ട് മർദ്ദിക്കുക, അതാണ് ഒരു വിഭാഗം. രണ്ടാമത്തൊരു വിഭാഗം വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ എന്നാണ്. ചില സ്ത്രീകൾ അവർ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ടാവും, പക്ഷേ അവർ ആരിയാത്ത് നഗ്നരായിരിക്കും എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല മുമീലാത്തുൻ മായിലാത്തുന്ന, അവർ ഇഫ്ഫത്ത് അഥവാ പതിവ്രതയിൽ നിന്ന്, ലൈംഗിക അച്ചടക്കത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവർ മറ്റുള്ളവരിലേക്ക് ചാഞ്ഞും ചെരിഞ്ഞും ഫസാദ് ഉണ്ടാക്കാൻ, ഫാഹിഷത്ത് ഉണ്ടാക്കാൻ, അതുപോലെ ഫസാദും ഷെറുമൊക്കെ ഉണ്ടാക്കാൻ ആ രൂപത്തിൽ കൊഞ്ചി കുഴഞ്ഞ് നടക്കുന്ന അവരാരാ? നരകത്തിൻ്റെ ആളുകളാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനത്തിൽ പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജിദ്ന റീഹഹാ, ആ സ്വർഗത്തിൻ്റെ സുഗന്ധം പോലും അവർക്ക് അനുഭവിക്കുക സാധ്യമല്ല. വ ഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറതി കദാ വകദാ, സ്വർഗത്തിൻ്റെ സുഗന്ധം എന്ന് പറയുന്നത് വളരെ വിദൂര ദിക്കിലേക്ക് പോലും ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ആ സുഗന്ധം പോലും അനുഭവിക്കാൻ സാധിക്കാത്ത വണ്ണം സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടും. ആര്? ചീത്ത വേഷം ധരിക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകളെ. അപ്പോൾ ഇസ്ലാമികമായിട്ടുള്ള വേഷം നമ്മൾ ധരിക്കണം. നിങ്ങൾ നോക്കൂ, ചില പെൺകുട്ടികളൊക്കെ, അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമല്ല, അല്പം മുതിർന്ന 40-45 വയസ്സായ സ്ത്രീകൾ പോലും വളരെ ടൈറ്റായിട്ടുള്ള ഡ്രസ്സ്, ഫിറ്റായിട്ടുള്ള ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് ഈ തെറ്റായ ചിന്താഗതികൾ അന്യ പുരുഷന്മാരിൽ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള വേഷം പാടില്ല. നമ്മളെന്ത് ചെയ്യണം? ഇവിടെ നമ്മുടെ അൻസാരി ഇവിടെ സൂചിപ്പിച്ചല്ലോ, പരലോകവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ആഖിറത്ത് നഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ വേഷമോ നമ്മുടെ ചലനമോ നമ്മുടെ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാൻ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാൻ, യർഹമുല്ലാഹു നിസാ അൽ മുഹാജിറാത്തിൽ ഉവൽ, ആദ്യകാലത്ത് ഹിജ്റ പോയിട്ടുള്ള സ്ത്രീകളെ, വിശ്വാസിനികളായിട്ടുള്ള സഹോദരിമാർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. എന്താ കാരണം? എന്തുകൊണ്ടാണ് അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ എന്ന് പറയാൻ കാരണം, ലമ്മ അൻസലല്ലാ, അള്ളാഹു ഒരായത്തിറക്കിയപ്പോൾ, ഏതായത്ത്? വൽ യദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന എന്നുള്ള പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ 31-ാമത്തെ വചനം ഇറക്കിയപ്പോൾ ആ സ്ത്രീകൾ എന്ത് ചെയ്തു? എന്താ ആയത്തിൻ്റെ അർത്ഥം? വൽ യദ്രിബന, അവർ താഴ്ത്തിയിടട്ടെ, ബിഖുമുരിഹിന്ന, അവരുടെ ശിരോവസ്ത്രം, മക്കനുണ്ടല്ലോ, അത് താഴ്ത്തിയിടട്ടെ എന്നാ, അലാ ജുയൂബിഹിന്ന, അവരുടെ കുപ്പായ മാറുകളിലൂടെ. അതായത് തലമറച്ച് കഴുത്തൊക്കെ മറച്ച് ആ തട്ടത്തിൻ്റെ ബാക്കി ഇങ്ങനെ മാറിലൂടെ എടുത്ത ഡ്രസ്സിൻ്റെ മുകളിലൂടെ താഴ്ത്തിയിടട്ടെ എന്നുള്ളതാണ്. ഈ ആയത്ത് അവതീർണമായപ്പോൾ ആ മുഹാജിറാത്തുകളായിട്ടുള്ള സ്ത്രീകൾ എന്ത് ചെയ്തു? ഷഖഖന മുറൂതഹുന്ന ഫഖ്തമർന ബിഹാ, അവരെന്ത് ചെയ്തു അറിയുങ്ങൾ? അവർ ചെയ്തത്, അവർക്ക് വസ്ത്രങ്ങളൊക്കെ കമ്മിയായിരുന്നു, ആ ഉള്ള വസ്ത്രങ്ങൾ തന്നെ കീറി, അതുകൊണ്ട് ഇങ്ങനെ ഈ മഫ്ത പോലെ, മഫ്ത എന്ന് പറഞ്ഞാൽ മുഖം മറക്കാതെ, എന്നാൽ തല മറച്ച്, കഴുത്തൊക്കെ മറച്ച്, പെരടിയൊക്കെ മറച്ച്, അതിൻ്റെ ബാക്കി മാറിലൂടെ ഇട്ട് അങ്ങനെ അവർ ധരിച്ചു. സഹീഹുൽ ബുഖാരിയിലെ 4480-ാമത്തെ വചനമാണ്. അപ്പോൾ ഞാൻ ചുരുക്കി പറയാൻ ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ പെൺകുട്ടികളുടെ അവസ്ഥ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ തന്നെ അറിയാം. അപ്പം അതുകൊണ്ട് ഈ സംഗതികളൊക്കെ ശ്രദ്ധിക്കുക. മറ്റ് വേറൊരു സംഭവം എന്താ പറയുക, ഇപ്പോൾ ചില പ്രദേശങ്ങളിലൊക്കെ ഈ കോളേജിലും ഒരു 18-20 വയസ്സുള്ള കുട്ടികളുടെ അടുക്കലുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ടാറ്റു അടിക്കുക, അതായത് പച്ച കുത്തുക എന്ന് പറയുമല്ലോ. ആ ഒരു രീതി വളർന്നു വരുന്ന ആളുകളിൽ അതിൽ ആകർഷകരായിക്കൊണ്ട് പച്ച കുത്തുന്നവരുണ്ട് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അതൊക്കെ അള്ളാഹിൻ്റെ റസൂൽ വിരോധിക്കുകയും ശപിക്കുകയും ചെയ്തിട്ടുള്ള സംഭവമാണ്. സഹീഹുൽ ബുഖാരിയിൽ 4886-ാമത്തെ വചനത്തിൽ കാണാം, ലഅനല്ലാഹുൽ വാഷിമാതി വൽ മൂതഷിമാത്ത്, പച്ച കുത്തുന്നവളെയും അത് കുത്താൻ ആവശ്യപ്പെടുന്നവളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവം എന്തൊക്കെയാണെന്ന് അറിയും നിങ്ങൾ? ഒരു
സഹോദരി എന്നോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മൾ ഈ ഒരു പല്ലിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ പിന്നെ അവർ ഈ പല്ലിന്ന് കുറച്ച് ഭാഗം കിട്ട് എടുത്തിട്ട് അവിടെ ഒരു ഇപ്പം നമ്മൾ ഈ മാലയിലൊക്കെ ചില മുത്തുകൾ വെക്കുന്നത് പോലെ ഒരു ഇത് വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വിധി എന്ത് എന്ന് ചോദിക്കാൻ. അപ്പോൾ ആ രൂപത്തിൽ ചില ആളുകൾ മൂക്ക് കുത്തുന്നതിൻ്റെ വിധി എന്ത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിലൊക്കെയാണ് ഇന്നത്തെ തലമുറ. അപ്പോൾ നമ്മളെന്ത് ശ്രദ്ധിക്കണം? നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള പൂർണ്ണമായ അച്ചടക്കം പാലിക്കണം. ഈ പച്ച കുത്തുക അതുപോലെയുള്ള സംഭവങ്ങളൊന്നും തന്നെ നമ്മൾ സ്വീകരിച്ചുകൂടാ, അത് പാടില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കുക. രാഖി കെട്ടുക എന്നുള്ളത് എത്രയോ ക്യാമ്പസിലെ പഠിക്കുന്ന പെൺകുട്ടികൾ രാഖി കെട്ടാൻ ഇങ്ങനെ കൈ നീട്ടിക്കൊടുക്കുന്ന ആർക്ക്? ഒരുപക്ഷെ സംഘപരിവാരത്തിൻ്റെയോ അങ്ങനെയുള്ള വർഗീയ ഫാസിസ്റ്റ് ശക്തികളായിട്ടുള്ള ആളുകളുടെയൊക്കെ പിന്നെ അണികളായിരിക്കാം അവർ. കോളേജിൽ പഠിക്കുന്ന അത്തരം വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് മഫ്ത പിന്നെ ആ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ കൈനീട്ടി കൊടുക്കുക, രാഖി കെട്ടാൻ, രക്ഷാബന്ധൻ എന്ന് പറയുന്ന ആ സംഭവം. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? അത് ഹിന്ദു വിശ്വാസപ്രകാരം ഉള്ള ഒരു ആചാരമാണ്. അതിൻ്റെ പിന്നെ ഐതിഹ്യം പറയുന്നത് ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടന്നുന്ന. അപ്പോൾ ആരാ വിജയിക്കേണ്ടത്? ദേവന്മാരാ വിജയിക്കേണ്ടത്. പക്ഷേ സംഗതി അസുരന്മാർ വിജയിക്കുന്ന ഒരവസ്ഥ വന്നുന്ന. അപ്പോൾ ഇന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ, അദ്ദേഹം ഈ ദേവന്മാരിൽപ്പെട്ട ആളാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷജി എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് എന്ത് ചെയ്തു? ഇന്ദ്രന് ഒരു പിന്നെ രേഖ, ഒരു കയറിങ്ങനെ കെട്ടിക്കൊടുത്തു, നൂല് കെട്ടിക്കൊടുത്തു. അങ്ങനെ അത് കാരണം ആ യുദ്ധത്തിൽ ദേവന്മാർ വിജയിച്ചു എന്നാ. അതാണ് ഈ രക്ഷാബന്ധൻ എന്ന് ഉള്ള ആ ആചാരത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇതാണ് നമ്മുടെ മുസ്ലിം യുവതികൾ മാത്രമല്ല, പെൺകുട്ടികൾ മാത്രമല്ല, യുവാക്കൾ പോലും അതൊക്കെ കെട്ടി നടക്കുന്നുണ്ട്. ഞാൻ പാലക്കാട് നിന്ന് ഒരു സുഹൃത്ത് ഒരു വിവാഹാന്വേഷണമായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് നിറയെ കെട്ട്. മുസ്ലിമാണ്, നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇങ്ങനെ ഇത്തരം ഒരുപാട് ആചാര വൈകൃതങ്ങൾ, വിശ്വാസ വൈകല്യങ്ങൾ ഈ സമുദായത്തിലേക്ക് വരികയാണ്. പരലോകം നഷ്ടപ്പെടുന്ന, സ്വർഗം നഷ്ടപ്പെടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടുനിന്നേ മതിയാകൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആൺ പെൺ സൗഹൃദം, അതൊന്നും വിശദീകരിക്കാൻ നിങ്ങൾ നോക്കൂ. ഈ സ്കൂളുകളിൽ പഠിക്കുന്ന, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും എന്തൊക്കെയാ ചെയ്യുന്നത്? പരസ്യമായിട്ട് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോലും ഇവർ പിന്നെ ആങ്ങളെയും പെങ്ങളെയും അതിനേക്കാൾ വളരെ മോശമായ രൂപത്തിൽ ഒക്കെ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യുന്നത് ആ രൂപത്തിലേക്ക് അതപ്പതിക്കുന്ന ഒരവസ്ഥ. ഞാനത് കൂടുതലായിട്ട് സൂചിപ്പിക്കുന്നില്ല. അതുപോലെ പ്രിയമുള്ളവരെ, ഈ നമ്മുടെ മക്കൾ, ആ മക്കൾക്ക് നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്ലാസ്സുകളിലേക്ക് അയക്കണം. നിരന്തരമായി അവരെ പള്ളികളുമായി, അതുപോലെ ഖുർആൻ ക്ലാസ്സുമായി ഒക്കെ ബന്ധമുള്ളവരാക്കി മാറ്റണം. നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധമുള്ളവരാക്കി മാറ്റണം. നമ്മുടെ സമ്മേളനത്തിൽ വളണ്ടിയറാകാൻ സാധ്യതയുള്ള, അതിന് സാധിക്കുന്ന നമ്മുടെ കുട്ടികൾ, ഹൈസ്കൂളിൽ പഠിക്കുന്ന, +2 പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ, അതിന് പറഞ്ഞേക്കണം. അങ്ങനെ നിരന്തരമായി ഇതുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ കുടുംബം എന്ന് പറഞ്ഞല്ലോ, നമ്മൾ സത്യത്തിൽ എന്താണ്? അതൊരു ആത്മബന്ധമാണ്. നമ്മൾ പരസ്പരം ഒരു മനോഹരമായ മാലയിലെ മുത്തുമണികളെപ്പോലെ ഒരു ഹൃദ്യമായ ബന്ധമാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ അണികൾ. പരസ്പരം അന്യോന്യം ഉള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അത് വിവരണാതീതമാണ്, ആത്മബന്ധമാണ്. പരിശുദ്ധ ഖുർആൻ ആ ബന്ധത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, സൂറത്തുൽ ഹുജറാത്തിലെ 10-ാമത്തെ ആയത്താണ്. സത്യവിശ്വാസികൾ അവർ സഹോദരങ്ങളാണെന്ന, ഒരുമ്മ പെറ്റ മക്കളെ പോലെ ആങ്ങളയും പെങ്ങളും അതുപോലെ ജ്യേഷ്ഠനും അനുജനും അവരൊക്കെ ഉണ്ടായിരിക്കേണ്ടുന്ന ആ ഒരു മനോഹരമായ ബന്ധമുണ്ടല്ലോ, അങ്ങനെയുള്ള ബന്ധമാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ അന്യോന്യം. അങ്ങനെയുള്ള ബന്ധമുള്ള ആളുകളായിട്ട് നമ്മുടെ മക്കൾ മാറണം. തീർച്ചയായും അങ്ങനെയുള്ള മക്കളാണ് നമ്മൾ മരണപ്പെടുമ്പോൾ, നമ്മൾക്ക് പ്രായമാകുമ്പോൾ, നമുക്ക് രോഗമുണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള മക്കളാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരാൾക്ക് രോഗമുണ്ടായി,
ഒരാൾക്ക് പ്രയാസം ഉണ്ടായി, അപ്പം എന്ത് ചെയ്യണം? അയാളെ സന്ദർശിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് ഒന്ന് ഫോൺ വിളിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ വിഷമം എന്ത്, പ്രയാസം എന്ത് എന്ന് അന്വേഷിക്കണം, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹില് 29 ആയത്തുകളാണ് അതിലുള്ളത്. ആ 29 ആയത്തിൽ കാണാം, മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ തിരുദൂതരാകുന്നു. എന്നിട്ട് പറയാൻ വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ, എന്നിട്ട് പറയാ റൂഹമാഉ ബൈനഹും, അവർ പരസ്പരം കാരുണ്യത്തോടുകൂടെ ആർദ്രതയോടുകൂടെ നിലകൊള്ളുന്നവരാണ്. അപ്പം നമ്മളൊക്കെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകൾ വളരെയധികം സ്നേഹത്തിലും കാരുണ്യത്തിലും, ഒരാൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ സാരില്ല, അദ്ദേഹത്തിന് അല്പം ശിവ കിട്ടട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായി ദുആ. നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മുടെ അൻസാരി പറഞ്ഞല്ലോ ഒരു സുഹൃത്തിനെ കുറിച്ച്, അബൂബക്കർ കാരക്കുന്നിൻ്റെ മരുമകനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. നമുക്കറിയാം, നമ്മുടെ ISMൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അബൂബക്കർ കാരക്കുന്ന്. അദ്ദേഹം ഒരു 45-46 വയസ്സായപ്പോൾ അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന് പിന്നെ 2 പെൺകുട്ടികളാണ്, സഫ മർവ എന്ന് പറയുന്ന. അപ്പോൾ അതിൽ ഈ മൂത്ത കുട്ടി സഫയെ കല്യാണം കഴിച്ച വ്യക്തിയാണ് ഇപ്പോൾ ഈ മരണപ്പെട്ടത്. ആ വ്യക്തി എന്ന് പറയുന്നത് എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്താണ്. എന്നോട് ധാരാളമായിട്ട് സംസാരിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയുണ്ടായിരുന്നു, ബൈലക്സ് മെസ്സഞ്ചർ എന്ന് പറയും, അതിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മുടെ സംഘടന ഇപ്പോൾ പള്ളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പല പ്രദേശങ്ങളിലും പണം ആവശ്യമായിട്ട് വരുമ്പോൾ, അതിന് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തോടൊക്കെ പറഞ്ഞാൽ സംഭാവന ചെയ്യും. അത്യാവശ്യം വലിയൊരു ധനികനാണ് അദ്ദേഹം. അദ്ദേഹം പഠിച്ചത് UK-യിലാണ്. പഠിക്കുന്ന കാലം MBA സ്റ്റുഡൻ്റാണ്. അന്ന് ആ പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കണം, സമ്പന്നനായ ഒരാൾ വിദേശ രാജ്യത്ത്, അതുപോലെ അതും പാശ്ചാത്യ രാജ്യത്ത്, അവിടെയൊക്കെ പഠിക്കുമ്പോൾ വഴിതെറ്റാൻ യഥേഷ്ട മാർഗങ്ങളുണ്ടായിട്ടും അള്ളാനെ ഭയപ്പെട്ടുകൊണ്ട് വളരെ വിനയത്തോടുകൂടെ അഹങ്കാരത്തിൻ്റെ ലാഞ്ചനയില്ലാതെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു. സാമ്പത്തികമായി, ശാരീരികമായി. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം വിട പറയുന്നത് ഒരു 35-40 വയസ്സിൻ്റെ ഇടയിലാണ്. വളരെ ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ പേര് പോലും എന്നോട് ചോദിക്കുകയുണ്ടായി. ആ സുഹൃത്തെന്ന് പറയുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ശക്തനായിട്ടുള്ളൊരു പ്രവർത്തകനാണ്. നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല എന്നുള്ള ആ ശുദ്ധമായ തൗഹീദ്, ശുദ്ധമായ തങ്കം എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ കറകളഞ്ഞ തൗഹീദിൻ്റെ പിന്നെ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ. അങ്ങനെയുള്ള ഒരു സഹോദരനാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ പ്രാർത്ഥിക്കുകയാണ്. സൗദി അറേബ്യയിലുള്ള, ഖത്തറിലും കുവൈത്തിലും ബഹ്റൈനിലുമുള്ള, അതുപോലെ UAE-യിലുള്ള, അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ആളുകൾ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. റബ്ബേ, അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം നീ വിജയിപ്പിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി, ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെയുള്ള പ്രാർത്ഥന സഹോദരങ്ങളെ, നമ്മളൊക്കെ ഈ ദുനിയാവെന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ തൗഹീദുള്ള, ശുദ്ധമായ തൗഹീദുള്ള തൗഹീദ് പലർക്കുണ്ട് എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ സമസ്തക്കാരും, അത് AP ആകട്ടെ, EK ആകട്ടെ, സംസ്ഥാന സുന്നികളാകട്ടെ, അവരൊക്കെ ഞങ്ങൾക്ക് തൗഹീദുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ തൗഹീദൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്. പക്ഷേ നമ്മുടെ തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പഠിപ്പിച്ചതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ കറ പുരളാത്ത ശുദ്ധമായ തൗഹീദ്. അങ്ങനെ തൗഹീദുള്ള ആളുകളുടെ പ്രാർത്ഥന ലഭിക്കും ഈ കുടുംബത്തിൽ അംഗമായാൽ എന്ന്. എത്ര ആളുകളാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യന് മരണപ്പെട്ടിട്ട്, ഒരു മുസ്ലിമായ ആൾ മരണപ്പെട്ടിട്ട് 40 ആളുകൾ ഷിർക്ക് ചെയ്യാത്ത, ബഹുദൈവ വിശ്വാസം, പിന്നെ ബഹുദൈവ ആരാധന ഇതൊന്നും ചെയ്യാത്ത 40 ആളുകൾ മയ്യത്ത് നമസ്കരിച്ചാൽ ആ മയ്യത്ത് നമസ്കാരം ഒരു ശുപാർശയായിട്ട് അല്ലാഹു തആല സ്വീകരിക്കാതിരിക്കുകയില്ല എന്ന് പറഞ്ഞ മയ്യത്ത് നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കല്ലേ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു
എന്ന് തുടങ്ങിയുള്ള പ്രാർത്ഥനയല്ലേ. അള്ളാഹുവേ, ഈ കിടക്കുന്ന മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേ, ഈ മയ്യത്തിന് നീ കരുണ ചെയ്യണേ, അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിന് സൗഖ്യം നൽകണേ, അദ്ദേഹം കടന്നു ചെല്ലുന്ന സ്ഥാനം അവിടെ നീ ഒരു വിരുന്ന് നൽകി ആദരിക്കണമേ, അദ്ദേഹത്തിന്റെ ആ പ്രവേശന സ്ഥാനം നീ വിശാലമാക്കണമേ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന അല്ലാഹു തള്ളിക്കളയില്ല, അത് സ്വീകരിക്കുമെന്നാണ് ഹദീസിലുള്ളത്, സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. അപ്പൊ അതാണ് ഈ പ്രസ്ഥാനത്തിലെ, ഈ കുടുംബത്തിലെ അംഗമായാലുള്ള പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ പറയുന്നത്, നമ്മളെന്ന് പറയുമ്പോൾ പരസ്പരം മിത്രങ്ങളാണ് എന്നുള്ളതാണ്. അതായത് വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ളുഹും ഔലിയാഉ ബഅ്ദ്. പരിശുദ്ധ ഖുർആനിന്റെ 9-ാം അധ്യായം സൂറത്ത് തൗബ 71-ാമത്തെ വചനമാണ്. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അന്യോന്യം മിത്രങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കുടുംബമാണ് നമ്മുടെ ഈ പ്രസ്ഥാനം. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മക്കൾ ഇതിൽ നിലനിൽക്കുന്നപ്പോൾ, പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ വിവാഹം കഴിച്ച് പോകും. സുബ്ഹാനല്ലാഹ്, വിവാഹം കഴിച്ചു പോകുമ്പോൾ ചില ആളുകളുടെ അവസ്ഥ എന്താ എനിക്കറിയാം. ഇവിടെ നിന്ന് മോങ്ങം അറബി കോളേജിൽ പോയിട്ട് പഠിച്ചിട്ട്, പിന്നെ മുഴുവനായിട്ട് പഠിച്ചില്ല എങ്കിലും കുറേയൊക്കെ പഠിച്ചിട്ട്, പക്ഷേ കല്യാണം കഴിഞ്ഞ് പിന്നെ കുഞ്ഞ് ജനിച്ചപ്പോൾ ആദ്യ കുഞ്ഞിന് എന്നെ പേരിടാൻ മഞ്ഞക്കുളത്തേക്കാണ് പോയത്. മഞ്ഞക്കുളം അറിയാലോ, പാലക്കാട് ടൗണിനടുത്ത് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് അടുത്തുള്ള ഒരു ജാറമാണ്. നിങ്ങളവിടെ പോയി നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിന്? ആ കബറിൽ കിടക്കുന്ന മഞ്ഞക്കുളം വലിയനോട് ഇസ്തിഹാസ നടത്താനല്ല, അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ട്. അവിടെ 25ഓളം നിലവിളക്കുകളുണ്ട്. അവിടെ നിലവിളക്ക് കണ്ടില്ലേ നിങ്ങൾ? ഹിന്ദു വീടുകളിൽ ദീപാരാധന നടത്താൻ വേണ്ടിയിട്ട് നിലവിളക്ക് ക്ഷേത്രങ്ങളിലൊക്കെ കാണാം. അങ്ങനെയുള്ള വലിപ്പം, പലതരം വലിപ്പമുള്ള പിന്നെ 25ഓളം വരുന്ന നിലവിളക്കുകളുണ്ട്. 2 ഭാഗമാണ്. അവിടെ സ്ത്രീകൾ പോകുന്നു, പുരുഷന്മാർ പോകുന്നു. സ്ത്രീകൾക്ക് പള്ളി പോകാൻ പാടില്ല, അത് തെറ്റാണെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ജാറത്തിലോ ഇവിടെ സ്ത്രീകൾ വരുന്നില്ലേ? നമ്മൾ ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ ഈ നാട്ടുകല്ലിൽ അവിടെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ നിർത്തി ഈ സഹോദരിമാർ അവിടെ പോവുക, അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബിനോട് മാത്രം നടത്തേണ്ടുന്ന പ്രാർത്ഥന അവിടെ നാട്ടുകല്ല് അതിനോട് പ്രാർത്ഥിക്കുകയാണ്, ദുആ ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവിടെ പിന്നെ ഈ ജാറം ഉണ്ടല്ലോ, മഞ്ഞക്കുളം, അവിടെ ആ ജാറത്തിൽ ഇങ്ങനെ തുണി കൊണ്ട്, കൊടി കൊണ്ട് ഇങ്ങനെ തടവി, ആ കൊടി കൊണ്ട് ഈ വരുന്ന ഹിന്ദു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതോ ആളാവട്ടെ, അയാളുടെ തലയിലൊക്കെ തടവുക, എന്നിട്ട് അവിടുന്ന് എണ്ണ കൊടുക്കുക, അത് പിന്നെ അതിനെ നക്കി കഴിക്കുക, തലയിൽ തേക്ക്, ഇതൊക്കെയാണ് അവരുടെ. അപ്പോൾ ഈ രൂപത്തിലേക്ക് പലരും പോവുക, നമുക്കറിയാം. അപ്പം നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം? ഈ പ്രസ്ഥാനത്തിൻ്റെ തൗഹീദിൻ്റെ വക്താക്കളായി നിലകൊള്ളണം. ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ ഈ കുട്ടികൾ, അവരെ എല്ലാ അർത്ഥത്തിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കണ്ണിലെ കൃഷ്ണമണി പോലെ അത് നമ്മളെ എത്രമാത്രം സംരക്ഷിക്കുന്നു, അതുപോലെ നമ്മുടെ മക്കളുടെ, നമ്മുടെ കുടുംബത്തിൻ്റെ ആദർശം സംരക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊരു കാര്യം, പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ ബന്ധം എന്താണ്? ആദർശ ബന്ധമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ കുടുംബ ബന്ധമാണ്. കുടുംബ ബന്ധം നമ്മൾ പാലിക്കാനായിട്ട് തയ്യാറാവണം. പരിശുദ്ധ ഖുർആനിൽ യഥേഷ്ടമായത്തുകളിൽ കുടുംബ ബന്ധം സൂക്ഷിക്കാനായിട്ട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ സൂറത്തുർ റൂമിലെ 39-ാമത്തെ വചനം, 39-ാമത്തെ അധ്യായം, അതിൻ്റെ 39-ാമത്തെ സൂക്തം, അതിൽ പറയുന്നത് ഫആതിദൽ ഖുർബ ഹഖ്ഖഹു എന്നാണ്. ഈ കുടുംബത്തിൻ്റെ ബന്ധുക്കളുടെ അവകാശം നീ നൽകുക എന്നാണ്. അത് നീ നൽകിയേ മതിയാകൂ എന്നുള്ളതാണ്. അപ്പോൾ അവരോട് നമ്മൾ എന്ത് ചെയ്യുക? വിട്ടുവീഴ്ച ചെയ്തിട്ടും അവരോട് പിന്നെ നല്ല രൂപത്തിൽ നിലനിന്നുകൊണ്ടും അവരോട് നമുക്ക് എന്ത് ചെയ്യുക? വിനയത്തോടുകൂടെ നല്ല രൂപത്തിൽ സലാം പറഞ്ഞുമൊക്കെ നമ്മൾ ആ ബന്ധം കാത്തു സൂക്ഷിക്കാനായിട്ട് തയ്യാറാവുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കമല്ലേ. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കുടുംബ ബന്ധം, അയൽപ്പക്ക ബന്ധമൊക്കെ പിന്നെ സൂക്ഷിക്കുക. അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ പരലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്ന കളിയും ചിരിയൊന്നുമല്ല. പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം, അതിൻ്റെ
101 മുതലുള്ള ഒരു 3 വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സുബ്ഹാനല്ലാഹ്, ഇന്നിപ്പോൾ നമ്മളടുത്ത് നമ്മുടെ ഇണയുണ്ട്, അതുപോലെ നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ എല്ലാ അതുണ്ട്. പക്ഷേ പരലോകം എന്ന് പറഞ്ഞാൽ ഫഇദാ നുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫലാ അൻസാബ ബൈനഹും, അവർക്കിടയിൽ ഒരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല. പരിശുദ്ധ ഖുർആൻ പറയാ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ, അവർ പരസ്പരം അന്വേഷിക്കുകയില്ല, ചോദിക്കുകയില്ല എന്നാണ്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പരലോകം എന്ന് പറഞ്ഞാൽ അവിടെ മക്കൾ, ജ്യേഷ്ഠൻ, അനുജൻ, മാതാവ്, പിതാവ്, അവിടെ രക്ഷപ്പെടണമെങ്കിൽ സ്വന്തം ഈമാൻ നന്നാക്കണം, സ്വന്തം അമലുസ്വാലിഹാത്തുകൾ നന്നാക്കണം. ബാപ്പ ഹാജിരായിരുന്നു എന്ന് പറഞ്ഞിട്ട് പരലോകത്ത് മകന് രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകന് രക്ഷപ്പെടണ്ടേ? അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ എന്താ? അവർ നരകത്തിലാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷക്കർഹരാണ്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ പറയുന്നത് ആ പരലോകത്ത് അവിടെ ബന്ധങ്ങൾ ഉണ്ടാവുകയില്ല, ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയില്ല, ചോദിക്കുകയില്ല എന്നാ. ആ സന്ദർഭത്തിൽ ഫമൻ സകുലത് മവാസീനു, ഏതൊരുവൻ്റെ നന്മയുടെ തുലാസാണോ ഘനം തൂങ്ങുന്നത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. അവിടെ ആ യൗമുൽ ഹിസാബിൻ്റെ ദിനം എന്നാണല്ലോ ആ ഖിയാമത്ത് നാളിൻ്റെ പേര്. അവിടെ മനുഷ്യൻ്റെ ഈമാനും അമലു സ്വാലിഹാത്തുകളുമൊക്കെ വിചാരണ ചെയ്യുമ്പോൾ നന്മയുടെ തുലാസ് ഘനം തൂങ്ങിയാൽ അവരാണ് വിജയികൾ, അവരാണ് ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അവകാശികൾ. എന്നാൽ വമൻ ഖഫ്ഫത് മവാസീനു, ഏതൊരുവൻ്റെ ആ തുലാസുകൾ ഘനം കുറഞ്ഞോ, ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ, അവരാണ് ആത്മനഷ്ടം സംഭവിച്ചവർ, അവരാണ് ആ ജഹന്നം എന്ന് പറയുന്ന നരകത്തിൽ നിത്യവാസികൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെ വിശ്വാസം നന്നാക്കുക, നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് വരാതെ കാത്ത് സംരക്ഷിക്കുക, നമ്മുടെ കുടുംബാംഗങ്ങളെ നേരായ വഴിയിൽ നടത്താനായിട്ട് നമ്മൾ വേണ്ട ഉപദേശങ്ങളും സ്വയം മാതൃകയാവണം. വെറും ഉപദേശമല്ല, അത് വളരെ തെറ്റായ കാര്യമാണ്. ഞാൻ സമയദൈർഘ്യം എന്നുകൊണ്ട് അത് സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ പരലോക ചിന്തയോടുകൂടെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആ അള്ളാഹു എനിക്ക് പ്രതിഫലം തരണം എന്നുള്ള ചിന്തയോടുകൂടെ ആത്മാർത്ഥമായിട്ട്, ഇപ്പോൾ ഈ സമ്മേളനമൊക്കെ ആയിട്ട് നിങ്ങൾ സമ്മേളനത്തിന് പോകണമെന്നൊക്കെ പറഞ്ഞല്ലോ, സമ്മേളനത്തിന് പോകുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ടൂറല്ല, മറിച്ച് എന്താ, അതൊരു ഇസ്ലാമിക ദഅവത്താണ്. ഇവിടെ സൂചിപ്പിച്ചു 10,000 ആളുകൾക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ കോപ്പികൾ നൽകുന്ന, അതുപോലെ ആ വെള്ളിയാഴ്ച രണ്ടാമത്തെ ദിവസം, സമ്മേളനത്തിന് രണ്ടാമത്തെ ദിവസം അവിടെ 3000-ഓളം വരുന്ന അന്യമതസ്ഥരായ ആളുകൾ ഒരുമിച്ച് കൂട്ടുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇസ്ലാമിക പ്രബോധനമാണ്. പിന്നെ അവിടെ എക്സിബിഷൻ നടക്കുന്നു. അപ്പോൾ ആ ഇസ്ലാമിക പ്രബോധനം അതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ പല പരിപാടികൾ നടന്നു. ഇപ്പം അടുത്ത് നടന്നൊരു കാര്യമുണ്ടല്ലോ, സൗഹൃദമുറ്റം എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ഞാൻ ഒരു യാത്രക്കിടയിൽ കൊല്ലത്ത് വെച്ച് ഒരു സുഹൃത്തിനെ കണ്ടു. ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. അപ്പം അദ്ദേഹം പറയാണ് ഞങ്ങൾ സൗഹൃദമുറ്റം നടത്തിയെന്ന്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ കുറവാണ്, മുജാഹിദുകൾ തന്നെ കുറവാണ്. എന്നിട്ട് ഒരു വീട്ടുമുറ്റത്ത് ഈ സൗഹൃദമുറ്റം നടത്തിയപ്പോൾ ഒരുപാട് ആളുകൾ മറ്റുള്ള, അതായത് അവിടെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാണ്, അവരിൽപ്പെട്ട അഥവാ സമസ്തയുടെ വിശ്വാസവും ആചാരമൊക്കെ ഉള്ള കുറേ സ്ത്രീ പുരുഷന്മാർ വന്നു. അവർ 1 മണിക്കൂർ സമയം ക്ലാസ്സൊക്കെ കേട്ട് വളരെ ആത്മനിർവൃതിയോടുകൂടെയാണ് അവർ മടങ്ങിപ്പോയതെന്നാണ്. നോക്കൂ, നമ്മൾ ഇത് സംഘടിപ്പിക്കുന്നത് എന്തിനാ? സമ്മേളനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓരോ ആളുകൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ടും പുഷ്പാർച്ചന നടത്തിക്കൊണ്ടൊക്കെ ആരംഭിക്കുക. ചില ആളുകൾ നേതാക്കന്മാർക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് സമ്മേളനം ആരംഭിക്കലും അവസാനിപ്പിക്കലൊക്കെ. നമ്മൾ സമ്മേളനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതിക്കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക സംസ്കാരം എന്ത്, ഇസ്ലാമിൻ്റെ താല്പര്യമെന്ത്, ഈ വർത്തമാന കാലഘട്ടത്തിൽ ഒരു മുസ്ലിം
പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ടുന്ന നയനിലപാടുകൾ എന്ത് എന്നൊക്കെ വിശദീകരിക്കുന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ ഭാവി, ആ ഭാവിക്ക് ഉത്തമമായ ഭാവിക്കുതകുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന അക്ഷരാർത്ഥത്തിൽ ദഅവത്താണ് നമ്മുടെ സമ്മേളനം എന്ന് ഓർക്കുക. ആ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഉണർത്തുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊണ്ട് വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലമ അലൈനാ സല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.